ഹായ് ഓൾ അസ്സലാമു അലൈക്കും. തൻഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടുന്നോ തുടങ്ങുന്നത് ഇല്ലെങ്കിൽ എപ്പോഴും രാവിലത്തെ ഒരു ചായയിലല്ല തുടങ്ങുന്നത്. ചായയിലെന്തല്ലോ എവിടുന്നോ തുടങ്ങിയിട്ട് എവിടോ നിർത്തുന്ന വീഡിയോ. ഇത് കുറച്ച് കൂടുതൽ തന്നെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ, കുറേ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ആക്കാൻ കഴിയാതെ വെച്ചിട്ട് സ്റ്റോറേജ് ഫുള്ളായിട്ട് കുറേ ഡിലീറ്റ് ആക്കിയിട്ട് അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എന്നെല്ലാമായി കുറേ ദിവസമായില്ല ഞാൻ വീഡിയോ എടുക്കാതെ. ഒരു ലൈവിൽ വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ആക്കുന്നിട്ട് പോയാൽ ഞാൻ ഏടോ എത്തിപ്പോയി അങ്ങനെ. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായി മാപ്പിള വന്നിനാ മാപ്പിള ഒരു മാസത്തേക്ക് പോയിട്ടുണ്ടായി ഗൾഫിലേക്ക്. അവിടെ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഖമില്ലാതായിട്ട് അങ്ങനെ ഇങ്ങനെ ആയല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് അവിടെ ക്ലിയർ ആക്കാൻ, ഷോപ്പിലേക്ക് സാധനം സെറ്റാക്കാൻ, അങ്ങനെ കൊടുക്കാൻ എടുക്കാൻ എന്തെല്ലോ കുറച്ച് പണിയുണ്ടായി. അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് അതിന് ശേഷം അൽഹംദുലില്ലാ ഇപ്പോൾ നേരെ വന്നതാണ്. എങ്ങനെയുണ്ട് നല്ല ചോദിക്കുന്നുണ്ടായി. ഇപ്പോൾ അൽഹംദുലില്ലാ ഇങ്ങനെയുണ്ട്. അങ്ങനെ നമ്മൾ വന്നിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയതാണ്. നമ്മളെ താജിലേക്ക് തന്നെ നല്ല സ്ട്രോങ്ങിൽ അടിപൊളി ചായയും ബീഫ് കറിയും ദോശയും ചിക്കൻ കറി എന്തെല്ലാം കൂട്ടിയിട്ട് നമ്മൾ രാവിലത്തെ ചായ അവിടുന്നാണ് കുടിച്ചത്. ഏകദേശം നമ്മൾ വിളിക്കാൻ പോയത് എത്ര മണിക്ക് 6 മണിക്ക് ആ ഒരു ടൈമിലെന്ന് തോന്നുന്നു. അങ്ങനെ അത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് 2, 3, 4, 5 ദിവസം ഇപ്പോൾ അപ്പോൾ ഏകദേശം 10-15 ദിവസം തായെന്ന് തോന്നി. ഇത് അപ്പോഴത്തെ എല്ലാ വീഡിയോ ഇല്ലേ വെച്ച് ഞാൻ പിന്നെ ഇടാം ഇങ്ങനെ വെക്കുന്നു. നമ്മൾ ഓർഡറും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അതങ്ങനെ പെൻഡിങ് ആയിട്ട് അവിടെ ഫുള്ളായി സ്റ്റോറേജ് ഫുള്ളായി കുറേ വീഡിയോ ഡിലീറ്റ് ആക്കി സ്റ്റക്കായി ഫോണെല്ലാം സ്റ്റക്കായിട്ട് അങ്ങനെ എല്ലാം ഉണ്ടായി. അങ്ങനെയാണ് ഇത്ര ദിവസം വീഡിയോ ഇടാൻ കഴിയാത്തതെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉസ്താദിൻ്റെ ചോറ് കഴിഞ്ഞു, 2-3 ചോറിനെല്ലാം ഓർഡർ ഉണ്ടായി. അപ്പോൾ അതെല്ലാം ഉണ്ടായി വീഡിയോ. അതും കഴിഞ്ഞു എന്തെല്ലോ കഴിഞ്ഞ് അങ്ങനെ ഉസ്താദിൻ്റെ ചോറിന് നല്ല ചൂട് പുട്ടും കടലക്കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന റെസിപ്പി തന്നെ. എല്ലാം മസാല ആക്കിയിട്ട് അതിന് ശർക്കണം, നീരുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്, പിന്നെന്താ വെളുത്തുള്ളി, മഞ്ഞൾ, ചിക്കൻ മസാല, ജീരകപ്പൊടി, തേങ്ങ, മല്ലിച്ചപ്പ് എല്ലാം ഇട്ടിട്ട് ഒരു മസാല ആക്കൽ. അതിലേക്ക് ഒരു ഇത്തിരി വേവിച്ച വെള്ളക്കടലയില്ലേ, ആ വെള്ളക്കടലയും ഇടണം മസാലക്ക്. എന്നിട്ട് നല്ല പാങ്ങല മിക്സിയിൽ അരച്ചിട്ടായിട്ട് ഈ കടലയും ഈ കറി എല്ലാം കൂടിയിട്ട് മിക്സാക്കി തിളപ്പിച്ചങ്ങ് നല്ല അടിപൊളി കടലക്കറി. ട്രൈ ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് എന്തായാലും ട്രൈ ആക്കി നോക്കുക. ഇപ്പോൾ കടല ഈ മസാല എടുത്ത് ചാടുന്നില്ലേ, ഉള്ളി തക്കാളി അങ്ങനെല്ലാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു കറിയെങ്കിൽ എന്തും ചാടാനില്ല, എല്ലാം പുള്ളറ വേറ്റയൊക്കെ പോകും നേരെ അങ്ങനെ. അപ്പോൾ അത് ഉസ്താദിൻ്റെ രാവിലത്തെ കാര്യമെല്ലാം സെറ്റാക്കി കൊടുത്ത് അതിന് ശേഷം ഉച്ചക്ക് രാത്രി പിറ്റേ ദിവസം അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഉസ്താദിൻ്റെ ചോറ് കൊണ്ടുപോകുമ്പോൾ തന്നെ മദ്രസ വിട്ടിട്ട് വരുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 8 മണി ആ ഒരു ടൈമായിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു. ഞാനിങ്ങനെ കുറേ ഒരു 10-15 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. അതിലെന്തെല്ലോ ഓർഡറിൻ്റെ ഉണ്ട്, ഇവിടെ പോയതുണ്ട്, വന്നതുണ്ട്, നമ്മളടുക്ക് ഗസ്റ്റ് വന്നതുണ്ട്, നമ്മ പോയതുണ്ട്, ടൗണിൽ പോയതുണ്ട്, ടൗണിൽ നിന്ന് വന്നത്, അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ വീഡിയോ കാണും. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ട് പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം നോക്കുക എങ്ങനെ കഥയെന്നെല്ലാം. അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളെല്ലാം അപ്പോൾ നോക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം പറയുന്നത്, നിങ്ങളെ ലൈക്ക് കമൻറ്റ് അതെല്ലാം മസ്റ്റാണ്. ലൈക്കും വേണം കമൻറ്റും വേണം. കമൻറ്റിൽ നിങ്ങൾ എന്തെല്ലോ ചോദിക്കുമ്പോഴേക്കില്ലേ എന്തെല്ലാം അതിനുള്ള ഉത്തരം ഞാൻ തരും അടുത്ത വീഡിയോയിലെല്ലാം ആയിട്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ പിള്ളേർക്കുള്ള ടിഫിനാണ് ഇത് റെഡിയാക്കുന്നത്. നൂട്ടളാവും ചപ്പാത്തിക്ക് ഇങ്ങനെ ഇട്ടെങ്കിലേ പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചപ്പാത്തിക്ക് പിന്നെ ബ്രെഡിലേക്കെല്ലാം അതിന് ബ്രെഡ് ഇഷ്ടമില്ല, ചപ്പാത്തിക്ക് അങ്ങനെ ഒരു കൈ ജസ്റ്റ് ഒന്ന് നോക്കൂ. പിന്നെ അങ്ങനെ അതെല്ലാം ആയിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ കുറച്ച് ഓർഡർ ഉണ്ട്, കുറച്ചല്ല ഇന്ന് കുറേ ചിലക്ക് ഓർഡർ ഉണ്ട്. ആ ഓർഡറിൻ്റെ പണിയുണ്ട്. പിന്നെ എല്ലാവരും ഉണ്ട് അതിന്. ഉമ്മ, ബാബി, അനിയൻ്റെ ഓള് എല്ലാവരും കൂടിയിട്ട് ആക്കിയതാണ് നിന്ന്. അധികം ഞാൻ ഫുൾ കൈൻ്റെ നൈറ്റ് എടുത്താകുമ്പോൾ ചോദിക്കലുണ്ട് എങ്ങനെ സ്റ്റിച്ചാക്കി ഏടുന്ന് മേങ്ങിയെന്നല്ലോ. അപ്പോൾ അധികം 1 പേര് 10 വരുമ്പോൾ കൊണ്ടുവരല അന്ന് പീസ് കൊണ്ടുവരുന്നത്. അതിന് നമ്മൾ ഫുൾ കൈൻ്റെ കൈക്ക് എലാസ്റ്റിക് വെച്ചിട്ടില്ലേ തായാന്നെറിയും വെച്ചിട്ട് സ്റ്റിച്ചാക്കലാന്ന്. ഞാൻ സ്റ്റിച്ചാക്കലുണ്ട്. മുമ്പെല്ലാം ഞാൻ അയക്കൊണ്ടായി ബാബിക്ക്, ഉമ്മാക്ക് നൈറ്റി, ബാബിക്ക് ചുരിദാർ, അവർക്ക് ഇതെല്ലാം അങ്ങനെ എല്ലാവരും സ്റ്റിച്ചാക്കിയാണ് ഞാൻ. ഇപ്പോൾ അതിങ്ങനെ നമുക്ക് ടൈമേ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ സ്റ്റിച്ചാക്കാൻ ഭയങ്കര ലേറ്റ് അറിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വെച്ചങ്ങനെ അത് ആടെ വെച്ചിട്ട് ഏകദേശം 2 മാസമല്ല വെക്കും. അങ്ങനെ കവറിലിട്ട് ഞാൻ സ്റ്റിച്ചാക്കാല്. എന്നിട്ടും സ്റ്റിച്ചാവാതെ അപ്പം എല്ലാ ടൈലറെ അടുത്ത് കൊണ്ടുപോയിട്ട് ഓറ് സ്റ്റിച്ചാക്കി തരും. അങ്ങനെ ഇപ്പോൾ ഒരു കീറിയ നൈറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കീറിയ സംഭവം അടിക്കാൻ തന്നെ അല്ലേ ഒരു ഷേപ്പ് ആക്കണമെങ്കിൽ
അത്ര പണിയുണ്ട്. പോവാൻ കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ബുർക്കിടാങ്ങിയുമ്പോൾ പായലാന്ന് മിഷനിലടിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് അങ്ങനത്തെ കഥ. ആ തൊട്ടില്ലാങ്ങ ഒരു പേന തന്നെയല്ല നമുക്ക് മിഷനെല്ലാം മൂല കിട്ടുന്നത്. മിഷന് കൊണ്ടുവന്നതിന് മുമ്പില്ലേ പണ്ടെല്ലാം ഞാൻ മംഗളത്തിന് മുമ്പെല്ലാം സ്റ്റിച്ചാക്കാൻ പഠിക്കാൻ പോയിട്ടുണ്ടേ. അപ്പോൾ മിഷൻ മേങ്ങുന്നതിന് മുമ്പില്ലേ ഞാൻ കയ്യിൽ വരെ തുന്നിന് അത്രയ്ക്ക് ഇൻട്രസ്റ്റാണ് ഞങ്ങൾക്ക് നിസ്കാരപ്പായം തുന്നിയാൻ. അപ്പോൾ മിഷനിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെ അറിയാം കൈയോട് തുന്നിയിട്ടാണ് നിസ്കാരപ്പായിട്ടത്. അത്ര ഇൻട്രസ്റ്റ് ആണ് ഭയ്യ. മിഷൻ കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ ഭാഗത്താര് പോകുന്നത്. പിന്നെ ഒരിക്കലും നല്ല മാറ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. മാറ്റിയില്ലേ ചവിട്ടി നമ്മൾ ഡ്രസ്സിൻ്റെ തന്നെ പീസിൽ എല്ലാവരും ചെയ്യുന്നില്ലേ, അത് ഞാൻ കുറേ ചെയ്തിന്. ഞാൻ മാപ്പിളുടെല്ലാം ഉണ്ടാവില്ലേ ഉമ്മാവും ബാബിയും അനിയൻ്റെ ഉള്ളെല്ലാം മടിക്കി തരും നമുക്ക്. ഞങ്ങൾ എല്ലാവരും ഒക്കെ നമ്മൾ ഒക്കെ തറവാട്ടിൽ പുരയിലുണ്ടാകുമ്പോൾ ഒരു മജ തന്നെ അറിഞ്ഞാൽ അങ്ങനെ എല്ലാവരും പണിയാക്കിയിട്ടില്ലേ 10-11 മണിയാകുമ്പോൾ എല്ലാ പണിയായി. വരെയൊക്കെ ഉണ്ടവരെല്ലാം അങ്ങനെയല്ലേ നമ്മൾ ഭയങ്കര മഷാല. ഞാൻ ബാബി അനിയൻ്റെ ഉള്ളത് ഭയങ്കര ബില്ലുണ്ടായി. അപ്പോൾ ഞങ്ങൾ പണിയെല്ലാം ക്ലീൻ ആക്കിയിട്ട് ഒത്തരാക്കിയിട്ടായിട്ടില്ലേ മാറ്റിയാക്കാനിരിക്കുന്നത്. അല്ലെങ്കിൽ ഉപ്പിലിടുന്ന ചക്കയില്ലേ അങ്ങനത്തെ എല്ലാം ഉമ്മാക്ക് ഇഷ്ടമായിട്ട് ഉമ്മാക്ക് ചക്ക ഉപ്പിലിടാൻ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടിരിക്കും. അങ്ങനെ ഓരോരോ പണി നമ്മിങ്ങനെ ഓരോരാൾ ഒന്നിച്ചിട്ടാണ് എടുക്കലോ. വേറെ ഓരോന്ന് വേറെ അങ്ങനെ ഇട്ടില്ലേ നല്ല മജയുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ചാക്കും. ഉമ്മാവും ബാബി അനിയൻ്റെ ഉള്ള എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചുരുട്ടി തരും. അപ്പോൾ ഒരു ദിവസം 2 ദിവസം അടിച്ചെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ചവിട്ടായിട്ട് കിട്ടുന്നുണ്ടായി അങ്ങനെ. അപ്പോൾ ഉച്ചക്ക് ഞാൻ ഉസ്താദിന് ഉണ്ടാക്കിയത് ലേക്കൂറ ബിരിയാണിയാണ്. നമുക്കുമായി ഉസ്താക്കുമായി എന്നിട്ട് ലേക്കൂറ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. മീൻ ഫസ്റ്റ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. പിന്നെ വേറെ ഒന്നും വേണ്ട, ഉപ്പും മുളകും ചെറുക്കാൻ കൂട്ടിയിട്ട് മീനൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് അതിന് ശേഷം ഇല്ലേ നമ്മൾ ഇതിൻ്റെ മസാല ആക്കുക. ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് നേരെ തന്നെയുള്ള മസാല അതിട്ട് ആയതിനു ശേഷം ഈ ഫ്രൈ ആക്കിയായിരുന്നു ഒരു 2 പീസ് മീൻ എടുത്തിട്ടില്ലേ അതിൽ മുള്ളൊന്നും ഇല്ലാണ്ട് പൊടിക്കണോ ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ പൊടിച്ചിട്ട് എടുത്തിട്ടില്ലേ നമ്മൾ ഈ മസാല ആക്കുന്നില്ലേ. ആ മസാല ആക്കുമ്പോൾ തന്നെ അതിലേക്ക് ആ ഫ്രൈ ആക്കിയ മീനെ ഒട്ടിച്ച് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഒരേപോലെ തന്നെ. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇല്ലേ ചിക്കനെല്ലാം നല്ല ഭയങ്കര ഉള്ളി തക്കാളി എല്ലാം ഓവറായിട്ട് ഇടണം. ചിക്കൻ്റെ അത്ര മീനിന് വേണ്ട. മീൻ കുറച്ച് മസാല കുറച്ചാൽ മതി, ഓവർ മസാല വേണ്ട ചിക്കന് പോലെ. അങ്ങനെ എല്ലാക്കിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റമും ഈ ബിരിയാണി എന്നല്ല എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഐഡിയ വേണം. അപ്പോൾ നല്ല ടേസ്റ്റും ആവും, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കി 2ാമത് ഉണ്ടാക്കിയത് ടേസ്റ്റ് ആകുന്നില്ല. നമ്മൾ അധികം ആൾക്കാർ അങ്ങനെയല്ലേ നമുക്ക് ഫുഡ് എങ്ങനെ ഉണ്ടാക്കി അങ്ങനെ തരാമെന്നില്ല എന്നിട്ടല്ലേ വിടുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾ വിടാൻ നിൽക്കണ്ട. ഒരിക്കലും ഉണ്ടാക്കിയിട്ട് 2ാമതും ട്രൈ ആക്കുക, ഒരു ചിലപ്പോൾ 3-4 ട്രൈ ആക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡാവും അറിയാം അങ്ങനെ. അപ്പോൾ അതാ ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണി അയക്കുറ ബിരിയാണിയും കച്ചമ്പറും എല്ലാം ഇട്ടിട്ട് ഉസ്താദിനെല്ലാം കൊടുത്തിട്ട് ആയതിന് ശേഷം ഇല്ലേ നമുക്ക് ഇത് മാത്രം ചെയ്തങ്ങ് പോരാലോ, ഓർഡറും ഉണ്ടല്ലോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഉസ്താദിന് കൊടുത്തിട്ട് ഞാൻ ഉസ്താദിൻ്റെ പണിയെടുക്കുമ്പോൾ ഇവിടെ ഉമ്മ ബാബി വേറെ പണിയെല്ലാം സ്റ്റാർട്ടായി. ഇന്ന് ഫിഷും ഉണ്ടായിന് ഫുള്ള് ഫ്രൈ ആക്കിയിട്ട് കൊടുക്കാൻ പുതിയ ആപ്പിളിൻ്റെ ഓർഡർ ആയി. അങ്ങനെ ബാബി എല്ലാം ഇത് കട്ടാക്കിയിട്ടെല്ലാം വെക്കുന്നുണ്ട് ഫിഷിനെ. ഓർക്ക് പലകത്തിയാണോ നമ്മളെ ഈ വലിയ പലകത്തിയൊന്നുമില്ല, അത് ഞങ്ങൾക്കത് ശരിയാകുന്നില്ല. നമ്മൾ ഈ പിസകത്തിയിൽ വേമ്പിയം മുറിച്ചിട്ട് എടുത്തായിരിക്കും നമുക്ക് ആ പലകത്തി എടുക്കുന്ന ടൈമിൽ അങ്ങനെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ മീൻ മത്തിയെല്ലാം ഉണ്ടാകുന്നില്ല, കുറച്ച് കൂടുതലല്ല. അപ്പം ഞാൻ പലകത്തി എടുക്കാറുണ്ട് ഇങ്ങനെ ചോളി അതിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഫുഡ് അടിക്കുന്നത്, പണിയെടുക്കുന്നത് എല്ലാം ഓരോരാൾ കാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് അനിയൻ്റെ ഓളെല്ലാം വന്നിന്. അനിയൻ്റെ ഓൾക്ക് അങ്ങനെ വരാൻ കഴിഞ്ഞു, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ കോൾക്കെല്ലാം വന്ന് എന്നിട്ട് ഞാൻ പിന്നെ അവളെ വിളിക്കലേ ഇല്ല, ചെറിയ കിടാണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് അങ്ങനെ. പക്ഷെ ഇന്ന് എല്ലാവരും വന്നിട്ടാണ്. അപ്പോൾ ഒരു സൈഡ് മീൻ ഫ്രൈ ആക്കിയിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് എടുക്കുന്നുണ്ട്. അനിയൻ്റെ ഓള് അതിനുള്ള ഷേപ്പാക്കുന്നുണ്ട്. കിച്ചണ്ട അവസ്ഥയിലേ ആകെ തല കുത്തി മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിലും 3 കുക്കർ 4 കുക്കർ 5 കുക്കറിൽ എനിക്ക് 2 ഗ്യാസിലും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള മല്ലിച്ചപ്പ് സാധനങ്ങളെല്ലാം ഉള്ള സെറ്റാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇങ്ങനത്തെ പണിക്കൊന്നുമില്ല. ഞാനിവിടെ എണ്ണൻ്റെ അരച്ച് നിൽക്കലാണ്, എണ്ണക്കെട്ടിട്ട് എടുക്കുന്നത് ഞാൻ. പിന്നെ ഉള്ളിയെ കട്ടാക്കിയിട്ട് അതെല്ലാം ഒപ്പിച്ചിട്ട് റെഡിയാക്കിയിട്ടെല്ലാം ബാബിയും കട്ടാക്കിയിട്ട് അധികം എടുക്കുന്ന ഭാവിയാണ്. ഇപ്പം പിന്നെ ഈ ചോപ്പർ ഉണ്ടോണ്ടില്ലേ അസ്രുവിന് കട്ടാക്കി കൊടുത്തെങ്കിൽ ഇട്ടത്തരും ചോപ്പറിൽ. അങ്ങനെ ഉസ്താദ് രാത്രിക്കുള്ളതും റെഡിയായി. അപ്പോൾ ബീഫ് കറിയും പുളിവാളവും പിന്നെ കുറച്ച് കട്ട്ലേറ്റ് പുഡിങ് അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഉസ്താദിൻ്റെ രാത്രി അൽഹംദുലില്ലാ സെറ്റായി. ഉസ്താദിൻ്റെ കഴിഞ്ഞ് അങ്ങനെ നമുക്കൊരു പകുതി പണി കഴിഞ്ഞ ഫീലല്ലേ അങ്ങനെ. അപ്പോൾ ഓരോരോ ബാച്ചായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മാവും ഭാവിയെല്ലാം എന്താക്കിയോ ഞാൻ ഇങ്ങനെ മസാലയാക്കി കൊടുക്കുമ്പോൾ ബ്രെഡെല്ലാം ഇട്ടിട്ടില്ലേ കുഴച്ചിട്ട് അതിനെ മുട്ടക്ക് മുക്കാൻ ബെല്ലോട്ട് ബ്രെഡിലേക്ക് മുക്കാൻ അങ്ങനത്തെ എന്തെല്ലോ പണിയില്ല. അങ്ങനെ ഓരോരാളും ഓരോരോ ബാച്ചായിട്ട് പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മട്ടൻ്റെ തലയാണ്. കുറേ എന്തെല്ലോ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഫുൾ ഓർഡർ ഉണ്ടായിരുന്നു നമുക്ക് കുറേ. അപ്പോൾ ഫുൾ ചിക്കന് അങ്ങനെ 6 7 എന്തോ പാടില്ല അതുണ്ടായി.
പിന്നെ ചിക്കൻ മഞ്ചൂരിയൻ, 4-5 തരം സ്നാക്സ്, പുളിവാളം, വെള്ളപ്പം, ഭട്ടൂര, കലത്തപ്പുണ്ട ഞാൻ ഓർമ്മയില്ല. ഏകദേശം ഒരു 10-15 ദിവസം ആയത് കൊടുത്തിട്ട് പിന്നെ ഒരു 25 ആൾക്കുള്ള മന്തി, അങ്ങനെ എന്തെല്ലോ ഓർഡർ ഉണ്ടായിന് ഓർത്. അങ്ങനെ ആ പുളിവാളം ബാച്ച് ആയിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. നൂഡിൽസ് വേവിച്ചിട്ട് അതിനൊരു ഭാഗത്താക്കുന്നുണ്ട്. ബീഫ് കറി റെഡിയാക്കിയിട്ട് അതിനൊന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടില്ല. ഇടയിലിടയിൽ അങ്ങനെ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസാണ് എടുക്കുന്നത്. രാവിലെ തുടങ്ങിയ പണിയാണ്. പിന്നെ കൊടുക്കുമ്പോൾ ഏകദേശം ഒരു 10-11 മണിയായിന് രാത്രി. അപ്പോൾ തേങ്ങ ഇടാതെ കുറുമ പോലത്തെ ബീഫാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മട്ടൻ കറി, അങ്ങനെ കുറേ തരമുണ്ട്. മട്ടനുണ്ട്, ബീഫ്, ചിക്കന്, അപ്പങ്ങൾ, മന്തി, സ്നാക്സ്, പുഡിങ് എന്ന് ചോദിക്കണ്ട. പക്ഷേ അത് കുറേ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയതിനു ശേഷം ഓരോരോ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ പാത്രമെല്ലാം എൻ്റെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് എല്ലാം നിന്നില്ലെങ്കിൽ ഓരോന്നിൽ നമ്മൾ യൂസ് ആക്കുന്ന പാത്രമെല്ലാം കൊടുത്താൽ ഓരോരോ മംഗലത്തിൻ്റെ അടുത്ത് മിസ്സായി പോകുന്നു. പുഡിങ്ങിൻ്റെ ട്രൈ അങ്ങനെ ഇങ്ങനെയെല്ലാം. അപ്പോൾ ഇപ്പം ഞാൻ വിചാരിച്ചിന് ഇനി എല്ലാം ചേഞ്ച് ആക്കണം. ഒരേപോലത്തെ പാത്രങ്ങൾ തന്നെ കൊടുത്തിട്ടില്ലേ നമ്മൾ സ്റ്റിക്കറിൽ ഒട്ടിച്ചത് കൊടുക്കുന്നത്. പക്ഷേ ഓരോരോ ഇരുന്ന് ആ ട്രൈ എല്ലാം ചേഞ്ച് ആകുന്നു. നമ്മൾ മംഗലത്തിൻ്റെ വാടകൻ്റെ ട്രൈ എല്ലാം ഉണ്ടാകുന്നില്ല. അതും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടാകുമ്പോൾ നമ്മൾ തന്നെ വേറെ തന്നെ ഒരു ടൈപ്പ് ആക്കണം എന്നല്ല വിചാരിച്ചു. ഇൻഷാല്ലാ നോക്കട്ടെ. അങ്ങനെ എല്ലാം സെറ്റായിന് അൽഹംദുലില്ലാ മാഷാല്ലാ. ഇങ്ങനെ കാണുമ്പോൾ നല്ല ജോലി. ഇതിൻ്റെ ബാക്കിലുള്ള കഷ്ടപ്പാട് പറഞ്ഞെന്നറിയില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടിന്. പിന്നെ നെയ്ച്ചോറുണ്ടായിന് തന്നെ. പിന്നെ വെജ്, ഭട്ടൂര, പുളിവാളം, ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കറി, പിന്നെന്താ സ്നാക്സ്, പുഡിങ്, ഈ വക ഐറ്റംസ് എല്ലാം ഉണ്ടായി. മാഷാല്ലാ നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല കമൻ്റ് എല്ലാം വന്നിന്. ഇത് കൊടുത്തിട്ട് ഏകദേശം 10-15 ദിവസം 20 ദിവസം ഒന്നും ആയെന്ന് തോന്നുന്നു. ഹസ്രു വന്നതിൻ്റെ പിറ്റേ ദിവസം അങ്ങനെ എന്തോ കൊടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി നല്ല ടയർഡായി കഴിഞ്ഞില്ല. അങ്ങ് ബബിയോറെല്ലാം പോകുമ്പോൾ കുറച്ച് ക്ലീൻ ആക്കിയിട്ടെല്ലാം പോകുന്നത് എന്താക്കാൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും അത്രയ്ക്ക് ക്ഷീണിച്ചിന് എല്ലാവരും. അങ്ങനെ അപ്പോൾ പിന്നെ ഞാൻ രാവിലെ അക്കാനെ വരാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മ ഈ ഓർഡറിൻ്റെ അപ്പന്നെ അക്കാനെ വരാനില്ല. എന്തെങ്കിലും ഇടാക്ക ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ അപ്പന്നെ കച്ചറാന്നില്ല വയിലോട്ട്. ഓർഡറിൻ്റെ ഒപ്പൊക്കെ നമ്മൾ തന്നെ ചെയ്യും. എന്നിട്ട് അതിന് ശക്കാനെ വരാല്. പിന്നെ ഇടയിൽ ഇങ്ങനെയൊക്കെ പണിയെടുക്കുമ്പോൾ ഓരോരോ ഓർഡർ അപ്പോഴൊക്കെ കിട്ടുന്നു. അങ്ങനെയെല്ലാം ഉണ്ടാകുന്നു. മറ്റേ ചിലക്ക് ഓർഡറിൻ്റെ എടുക്കാൻ തന്നെ വിളിക്കലില്ല. അങ്ങനെ അപ്പോൾ അത് അക്കാടെ ക്ലീൻ ആക്കുമ്പോഴേക്കില്ലേ പിന്നെ നമുക്ക് ചെറിയ എന്തോ ഒരു പണിയുണ്ടായിന്. അങ്ങനെ അത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കച്ചറെല്ലാം ഉണ്ടായിന് ഓർഡറിൻ്റെ എല്ലാം. അപ്പോൾ ഓർഡറിൻ്റെ അത് അവിടെ സെറ്റായിട്ട് വെച്ചതിന് ശേഷം ഇല്ലേ പിന്നെ നമുക്കുണ്ടായിരുന്നത് പുഡിങ്ങും ഇതെന്ത് പുഡിങ്ങും ഇപ്പോൾ ക്യാരറ്റ് പുഡിങ്ങും വേറെന്തോലോ നെയ്പ്പത്തൽ, പിന്നെ ഇളനീർ പൊണ്ടം പുഡിങ്ങില്ലേ പൊണ്ടവും അങ്ങനെ എന്തോ ഉണ്ടായ. ഓരോരിക്കും ഓർമ്മയാണെന്നില്ലേ എന്തെന്നല്ല കുറേ സായെങ്കിൽ ഒരു ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയാണ് എന്ത് കൊടുത്തേ എങ്ങനെ കൊടുത്തേ ഏത് കൊടുത്തെന്നല്ലോ. അപ്പോൾ ഈ പുഡിങ്ങിൻ്റെ ട്രൈ കണ്ടിട്ട് കുറേ ആൾ ചോദിക്കുന്നുണ്ടതിന് എത്ര ആളെ ട്രൈ എങ്ങനെയെന്നല്ലോ. അത് 25 ആളെ ട്രൈ അറിഞ്ഞാൽ ഒരു ട്രൈ 25 ആൾക്ക് കഴിക്കാം. 100 ആൾക്കാകുമ്പോൾ 4 ട്രൈ വേണ്ടിയായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ സ്വന്തം ബസ്സെല്ലാം വിളിച്ചിട്ട് സാധനങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കലത്തപ്പം, നെയ്പ്പത്തിൽ, പിന്നെ പുളിവാളം, പിന്നെ എന്തുകൊണ്ടായിരുന്നു ഓർമ്മയില്ല. അതെല്ലാം കൊടുത്തിട്ട് ആ ബസ് വിട്ട് അപ്പോൾ നമ്മളിങ്ങനെ റിക്ഷയിൽ കൊടുത്തിട്ട് വിടും. ആടെ ഓർഡർ ഉണ്ടോ റിക്ഷ വാടക കൊടുക്കലാന്ന്. ദൂരത്തെല്ലാം ഉണ്ടെങ്കിൽ എത്ര ദൂരത്തേക്കും മറ്റേ ഇവിടെ വസങ്ങാടിക്കല്ലോ ബസ് എന്നെ കൊണ്ടുപോകലാന്ന് ഓർ പറഞ്ഞെങ്കിൽ ഓരോരോ ആൾക്കാർ ഓർ തന്നെ വരും. ഇപ്പോൾ ഇതാക്കുന്നെങ്കിൽ കൊണ്ടുപോകാതെ ഓർക്കന്നെ വണ്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ഓർ തന്നെ വരും. അതല്ലെങ്കിൽ ഓരോരാളില്ലേ ഇതിൻ്റെ ഫംഗ്ഷൻ്റെ തിരക്കിൽ അവർക്ക് ബിസിയാന്നില്ലേ. അപ്പോൾ ഓർ എന്താ പറയും വിഷയിൽ കൊടുത്തു വിട്ടോ എന്നിട്ട് അങ്ങനെ കൊടുക്കലാന്ന്. അങ്ങനെ അതെല്ലാം കൊടുത്തിട്ട് കുറച്ച് ക്ഷീണവും പേനയെല്ലാം ആയിട്ട് ഇരുന്നിട്ടാകുമ്പോൾ നമ്മൾ നല്ല അടിപൊളി നല്ല ചുവപ്പുള്ള വത്തക്ക ഉണ്ടായിന്. വത്തക്ക ഇഷ്ടം ഞങ്ങൾക്കും മക്കൾക്കും മാപ്പിളക്കും എല്ലാവർക്കും ഇഷ്ടമാണെന്ന്. അങ്ങനെ ഞാൻ വത്തക്കെല്ലാം തോന്നിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അക്കാടെ ക്ലീൻ ആക്കുന്ന തിരക്കിലുണ്ട്. അപ്പോൾ ഇന്ന് വലിയ ഇത് കൊടുത്തതിന് ശേഷം വേറെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല, അലമ്പൊന്നുമില്ല. ഉള്ള കച്ചറിനെല്ലാം ഒന്ന് ക്ലീൻ ആക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക, ഫ്രഷ് ആവുക, അങ്ങനത്തെ പണിയാണ് ഇന്ന്. അങ്ങനെയൊക്കെ ക്ലീൻ ആക്കിയിട്ടെല്ലാം അതിന് ശേഷം ഇല്ലേ തുടച്ചിട്ടെല്ലാം ആയിട്ട് ഉള്ളൊന്ന് വന്ന് ബാത്റൂമെല്ലാം കൈയെല്ലാം ബാക്കിയുള്ള കാര്യങ്ങൾ മുറ്റങ്ങളെല്ലാം അടിച്ചെല്ലാക്കി ഇനിയുള്ളതാ ഈ കുന്നോളമുള്ള മലയോളമുള്ള പാത്രത്തിനെ ക്ലീൻ ആക്കലാണ്. അങ്ങനെ അത് ക്ലീൻ ആക്കുന്നതിന് മുമ്പ് ഒരു ചായ കുടിക്കലാണ് ഞാനും അക്കെല്ലാം കൂടി ഒക്കെ ഇരുന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കഥ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് അതിന് ശേഷം ബാക്കിയുള്ള പണികളെല്ലാം എടുക്കാലിട്ട് അക്കാക്ക് കൊടുക്കുമ്പോൾ ഒക്കെ പാലിൽ അത്ര ഇഷ്ടമില്ല, കട്ടനാവുന്നില്ല. അങ്ങനെ ഞാനും ഒക്കെ കട്ടൻ ചായ എല്ലാം കുടിച്ചിട്ട് ഇങ്ങനെ ഓരോരോ കഥ പറയുന്നു. ഇന്നലെ എന്തോ ഓർഡർ ഉണ്ടായി, എത്ര ആൾക്ക് കൊടുത്തേ, എങ്ങനെ കൊടുത്തേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ചട്ടിയെല്ലാം കണ്ടിട്ട് ആ കന്തം വിട്ടിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെ നമുക്കൊന്ന് ഒരു ഫംഗ്ഷന് പോകാനുണ്ടായി. അത്
ആ ഒരു ടൈം ആകുമ്പോൾ 2-2:30 മണിയെല്ലാം അതിന് ക്ലീൻ ആയിട്ടെല്ലാം പോകുമ്പോൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് തന്നെ ഒരു എന്തോ വേണ്ടാന്നിപ്പാ അങ്ങനത്തെ എന്തോ ഒരു പരിപാടി ഉണ്ടായി. അതിന് പോയി. അത് കഴിഞ്ഞിട്ട് അതിന് അവിടെ ചോറെല്ലാം വീച്ചിട്ട് കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇരുന്നുകൊണ്ടും അവിടെ പോയെങ്കിൽ ഓരോരാൾ 2 ഒരു 3 4 ആളെല്ലാം ചോദിക്കാൻ തന്നാസ് കിച്ചണല്ലേ ഓരോരാൾക്ക് അറിയുന്നില്ല. തന്നാസ് എന്നില്ല എൻ്റെ പേര് നിരിച്ചിന് ഒരാൾ, പക്ഷെ അല്ല അറിഞ്ഞാൽ മോളെ പേരാന്ന് തന്നാന്ന്. എൻ്റെ പേര് ജംഷീന്ന്. അധികം ആൾക്ക് അറിയുന്നില്ല തന്നായ മോള ഉമ്മയാന്ന്. അത് പണ്ടേ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ തൻഹാസ് കിച്ചൺ ഇട്ടതാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ വളർന്ന് പന്തലിക്കുമെന്ന് മാഷാ അല്ലാഹ് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ തൻഹാസ് കിച്ചൺ എന്നായി. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് അതെന്താ മോളെ പേരിട്ടെ അങ്ങനെ. അപ്പോൾ മാഷാ അല്ലാഹ് അങ്ങനെ തന്നാസ് കിച്ചൺ ഇങ്ങനെ പോകുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബാഗ് വേങ്ങണേ. അന്ന് തന്നെ എന്തല്ല ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് തോന്നുന്നു ഞാൻ ബാഗ് വേണം ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ വരുമ്പോൾ എല്ലാം കൊണ്ടുവരലുണ്ട്. ഇപ്പോൾ ഞാൻ വേണ്ട ഇടുന്ന എന്ത് വേണം കിട്ടുന്നില്ലേ. അങ്ങനെ ഇപ്പം അധികം ബാഗ് പുറക്കെല്ലാം കൊണ്ടുവരുന്നൊക്കെ വന്നാൽ അതിൽ ഇപ്പോൾ കുറേ ആയി പുറക്കെ കൊണ്ടുവന്നത്. അതിൽ കുറി കൊടുത്തിട്ടുണ്ടായി. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേ വീഡിയോയിൽ ഞാൻ എടുത്തു തോന്നുന്നു. അപ്പോൾ എന്ത് വേണം ഇപ്പോൾ ചപ്പലായെങ്കും ബാഗായെങ്കും വെറുതായെങ്കും എന്ത് വേണം കിടന്ന് കിട്ടുന്നില്ല. ഞാൻ ഇടുന്നതിന് എടുക്കാലിട്ട് വേണ്ടാലിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ തൊപ്പുന്നുണ്ട്. മേങ്ങണം കുറേ ദിവസമായി. പക്ഷെ ഇങ്ങനെ ആയിട്ട് എത്തിയിട്ടുണ്ടായിട്ട് അവർ രാത്രി എന്നിട്ട് വന്നത് തന്നെയാണെന്ന് പറഞ്ഞാൽ കുമ്പളിയിലുള്ള ക്രേസി ഷോപ്പിലേക്കാണ് നമ്മൾ വരുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ മാപ്പിള ഷോപ്പാണ് ഇത്. നല്ല കളക്ഷൻസ് ഉണ്ട് അറിഞ്ഞാൽ. കുറച്ച് റേറ്റ് കൂടുതൽ കൊടുത്തങ്ങനെയല്ലേ നല്ല ഐറ്റം കിട്ടുമ്പോൾ നമുക്കൊരു സമാധാനമല്ലേ മനസ്സിന്. അങ്ങനെ അപ്പോൾ അതാ നല്ല ക്രോക്സിൻ്റെ മോഡലിലുള്ള ചെരുപ്പെല്ലാം നോക്കിയാൽ നല്ല ലൈറ്റിലായിട്ട് നല്ലതുണ്ട് കാണാൻ. അങ്ങനെ ഇതെല്ലാം ഒന്ന് തപ്പിയിട്ട് അതിന് ശേഷം ഇല്ലേ ചെരുപ്പിൻ്റെ ഭാഗത്തൊന്നും ഞാൻ പോയിട്ട് ആശ്രമം കൊടുത്തിന് അതിന് ചെരുപ്പെല്ലാം വരുമ്പോൾ അങ്ങനെ അല്ല മഹദിന് ഞാനൊരു ഷൂ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കട്ടെ, ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ എല്ലാം വൈറ്റെല്ലാം കാണാൻ ഭയങ്കര ലുക്കല്ല, പക്ഷെ അത് ഇട്ടിട്ടാകുമ്പോൾ അതിൻ്റെ ക്ലീൻ ആക്കുന്നതാണ് ബേജാറ്. അതുകൊണ്ടാണ് ഞാൻ വൈറ്റിൻ്റെ ഭാഗത്ത് പോയിട്ടില്ല. നമ്മളെ വൈറ്റ് നമുക്കത് അത്ര ശരിയാവില്ല. ഇതാണ് ഞാൻ മഹദിനെടുത്ത ഷൂ. നല്ല ഭംഗിയില്ലേ, നല്ല ലുക്ക് കണ്ടിട്ട് എടുത്തതാന്ന് പറഞ്ഞാൽ ഷൂവിൻ്റെ എന്തോ ഒരു വജ്ജ. അങ്ങനെ ഇത് എല്ലാ കുറേ കളക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും പോകണമെങ്കിൽ കുമ്പളയിലുള്ള ക്രേസിക്ക് ബാബ നേരെ വിട്ടോ. നമ്മളെ ബസ്സെല്ലാം മുമ്പെല്ലാം അവധിയെടുക്ക ബസ്സെല്ലാം നിന്നോണ്ടില്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇപ്പം എല്ലാ ബസ് അപ്പുറം നീങ്ങിയിട്ട് അങ്ങോട്ട് ജില്ലാ ഹോസ്പിറ്റലെല്ലാം കഴിഞ്ഞിപ്പോൾ 1-2 കിലോമീറ്റർ നടക്കണം ബസ്സിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അതിന് ബസ് സ്റ്റാൻഡ് ബസ്സും എല്ലാം കഥ പറഞ്ഞിട്ട് കാര്യമില്ല കുമ്പളയിലത്തെല്ലാം. അങ്ങനെ അതാ ബ്ലാക്കിലും വൈറ്റിലും ചങ്ക് മോനെ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ മോനെ എവിടുന്നെങ്കെത്തു പറഞ്ഞാൽ മെല്ലെ ഓറയിൽ ഫോൺ കൊടുത്തിട്ട് വോയിസ് ഈ മറ്റേ കാർട്ടൂൺ വെച്ച് കൊടുക്കല് വന്നേ. ആടെ കാർട്ടൂൺ ഓറ് നോക്കുന്നുണ്ട്. ഓനിപ്പോൾ എൻ്റെ സൗണ്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നു. എങ്ങനെ പാട്ട് പാടിയ ഒരു പാട്ട് പാടിയാ നീ? ഒരു പാട്ട് പാട്. പിന്നെ എല്ലാവർക്കും പനി, മഹദിനും ഞങ്ങൾക്കും മപ്പളക്കും മക്കൾക്ക് എല്ലാത്തിനും പനിയാണ്. സൗണ്ടും ഇല്ല. കുറേ പറഞ്ഞ് എനിക്ക് അങ്ങനായി. ഗുളികയും മരുന്നും ലൈറ്റില്ലേ പനീൻ്റെ ബാക്കിൽ തന്നെ ഞാൻ എൻ്റെ സൗണ്ട് കുറച്ച് ശരിയായിന്. ഇപ്പോൾ എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല. മഹദിൻ്റെ സൗണ്ടും പോയിന്. അങ്ങനത്തെ എല്ലാ അവസ്ഥയിനും. അപ്പോൾ അതാ നോക്കിയാൽ നല്ല ബാഗ് നല്ല ചെയ്യല്ലേ കാണാൻ. നല്ല ക്യൂട്ടുണ്ട്, വലുതുണ്ട്, ട്രാവലിംഗ് ബാഗുണ്ട്, ടൂർ ബാഗുണ്ട്, അങ്ങനത്തെ എല്ലാ ബാഗുണ്ട് അറിഞ്ഞാൽ കോളേജ് ബാഗും സംഭവങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്ക്. ഓക്കെ, തന്നാസ് കിച്ചൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നില്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടാക്കുമെന്നല്ല പറഞ്ഞിനോറ്. അപ്പോൾ നിങ്ങൾ പോയി സ്പ്രേ ഉണ്ട്, നല്ല അടിപൊളി പെർഫ്യൂമും മറിയമും എല്ലാം ഉണ്ട് അറിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് കയറിയിട്ട് നോക്ക്. ഓക്കെ, അങ്ങനെ ഞാൻ നമുക്കില്ലേ രാത്രി ആ പകല എപ്പോൾ നെറ്റില്ല പോകുന്നതിനും വരുന്നതിനും അങ്ങനെയല്ല അവരൊരു ടൈം. പക്ഷെ നമുക്കിങ്ങനെ വിചാരിച്ച ആ ഒരു ടൈമിന് എൻ്റെ ഇറങ്ങാനും വരാനും പോകാനും ഒന്നും കഴിയുന്നില്ല. നമുക്ക് ഈ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഓർഡറിൽ തന്നെ തിരക്കിൽ പടപടാക്കിയിട്ട് കൊടുത്തിട്ട് വന്നതിന് ശേഷം ഇല്ലേ കൊടുത്തതിന് ശേഷം പിന്നെ ഇറങ്ങല്ലാന്ന് ഓരോരിക്കലല്ലേ ഞാൻ എന്താക്കുന്ന ഓർഡർ കൊടുത്തിട്ട് തന്നെ വരും അതേ ഡ്രസ്സുകൊണ്ട്. ഭർത്താവും എൻ്റെ ഒരു ബഗുള്ള ഐറ്റംസ് എല്ലാം വണ്ടിയിലുണ്ടാവും. വണ്ടിയിൽ നിന്നാണ് ഞാൻ നമുക്ക് മെയിൻ ലിപ്റ്റിക്കല്ലേ, ലിപ്റ്റിക്കും മൈലൈനറും എന്തുണ്ടെങ്കിൽ ഞാൻ വണ്ടിയിൽ കയറിയിട്ട് ഇടലാന്ന്. പൗഡർ ഇട്ടില്ലങ്ങ ലിപ്സ്റ്റിക് ഒരു ഇത്തിരി ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനമേ ആന്നില്ല. അങ്ങനെ അപ്പോൾ പർദാനയും കൊണ്ടില്ല വണ്ടിയിൽ കയറുന്ന എല്ലാം സെറ്റാക്കിയിട്ട് വണ്ടിയിൽ ഇറങ്ങലാന്ന്. പിന്നെ നമുക്ക് ടൈം കിട്ടുന്നില്ല. നമ്മളിങ്ങനെ ഒരുക്കന്നെ നോക്കിയിട്ട് ഇറങ്ങാന്നില്ലെങ്കിൽ അതിന് ടൈമേ ഇല്ല നമുക്ക്. അതുകൊണ്ട് കിട്ടുന്ന ടൈമിൽ ചടപടിയാക്കിയിട്ട് ഇറങ്ങലാന്ന് അറിയാം. പിന്നെ എവിടെയെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഓർഡർ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആ ഓർഡറിനെ വിടാനുമല്ല ഫംഗ്ഷന് വിടാനുമല്ല. അപ്പോൾ ഞാൻ എന്താക്കും ഓർഡറെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഒന്നുമില്ല അധികം ഞാൻ ഫംഗ്ഷനത്തേക്ക് എത്തില്ല ലേറ്റായിട്ട് തന്നെ. ഓറെല്ലാം പോകുമ്പോൾ ചെല്ലാം എന്നെ വെയിറ്റ് ആക്കണം നിങ്ങൾ പോയിക്കോന്ന്.
എന്നെ കാത്തിരുന്നെങ്കിൽ ഓർക്കും ലേറ്റാവും. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈറ്റ് ഇങ്ങനെ തട്ടി മുട്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ ഇത് നമ്മളെ എന്താ ഇഷ്ടപ്പെട്ട പണിയല്ലേ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇതിനെ വിടാൻ മനസ്സിലായിരുന്നില്ല. ഇങ്ങനെ ലൈറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മെയിൻ്റായതിനു ശേഷം ഇല്ലേ എടുക്കൂ പോയിട്ടുണ്ടേ. അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഓട്ടുപോളൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ടായി, ഞാനൊരു എന്തോ ഷോർട്സ് അത് ഇട്ടിട്ടുണ്ടായി എൻ്റെ. അപ്പോൾ ഓട്ടുപോളൻ്റെ റെസിപ്പി പറയുകയെന്നല്ലോ. ഓട്ടുപോളക്ക് മെയിനായിട്ട് വേണ്ടതില്ലേ പച്ചരിയും ചോറും മാത്രമാണ്. തേങ്ങ സംഭവങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഒരു 2 കൊണ്ട പച്ചരിക്കല്ലേ നമ്മളെ കയ്യിൽ നല്ല നിറച്ചു 2 കയ്യിൽ ചോറെല്ലാം ഇട്ടെങ്കിലേ ഇട്ടിട്ട് നല്ല മൈ പോലെ അരക്കണോ. അരിത്തം നല്ല മസ്റ്റാണ് ഓട്ടുപോളക്ക്. എന്നിട്ട് നമ്മൾ മുമ്പല്ലോ പിന്നെ അടുപ്പിലല്ലോ വെച്ചോണം. ഇപ്പോൾ അടുപ്പിലല്ലോ ചൂടുന്ന അരി. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കണം. നമ്മൾ ചൂട് ഇതിലേക്ക് ഞാൻ മത്തിക്കറി ഉണ്ടാക്കി ഞാൻ രാവിലെ തന്നെ. അപ്പോൾ നല്ല മഞ്ഞത്തണ്ണിയും ഓട്ടുപോളിയും. അപ്പോൾ നമുക്കും കഴിക്കാം, ഭാവിക്കും ഉമ്മക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് നല്ല ചൂടോടെ കഴിക്കാം. അതിനില്ലേ നമ്മൾ ഓട്ടുപോളക്ക് തീയാക്കിയിട്ട് അതിന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ 2 കയ്യിലാ 3 കയ്യിലാ പറ്റും ബാറ്റർ കൂട്ടണം. ബാറ്റർ അങ്ങനെ ദോശൻ്റെ പോലെ വെള്ളം ഉണ്ടാ നമ്മൾ ഒരു കൽത്തപ്പത്തിൻ്റെ അല്ല ബാറ്ററിയിൽ ഒരു ഇത്തിരി കട്ടി ആ ഒരു ഇതിലായിട്ട് കൂട്ടണം. എന്നിട്ട് 2-3 കയ്യിൽ കൂട്ടിയതിന് ശേഷം ഇല്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ കുറേ ഹോൾസ് വന്നില്ലേ ഫുള്ള് ഹോൾസ് വന്നിട്ടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. അങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നല്ല അടിപൊളി ഓട്ടുപോളാണ്. വേമേയാന്ന സംഭവമല്ല, കുറച്ച് സമയോടെ ചുടണ്ടി അപ്പാന്ന് ഓട്ടുപോള. എന്നിട്ട് ആ കൂട്ടിയിട്ട് അതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ടാകുമ്പോഴേക്കില്ലേ നല്ല ഇങ്ങനെ ലൈറ്റായിട്ട് മൊരിഞ്ഞിട്ട് നല്ല വരും. അപ്പം നല്ല ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ റെസിപ്പി കാണിക്കുമ്പോൾ ഇല്ലേ അപ്പത്തിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറിലേക്ക് എത്തിയെന്നറിഞ്ഞാൽ. അപ്പം നല്ല ചോറും രാവിലെ ഉണ്ടാക്കിയ മത്തിക്കറി തന്നെയാണ് ഉണ്ടായിന്. മത്തി മുളക് അതും പിന്നെ ഇത് നമ്മളെ പച്ച കായില്ലേ എന്ത് പിഞ്ചുള്ള എന്ത് കറീൻ്റെ കായിനെന്തുള്ള കറീൻ്റെ കായിനെന്തോ ചോദിച്ചൊന്നുമില്ലെങ്കിൽ മറന്നു ഓർമ്മ ചെല്ലവേ. അങ്ങനെ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ ഇടയിലൊരൊന്ന് മറക്കല്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ മങ്കയെന്നെന്തോ അല്ലേ അങ്ങനെ. അപ്പം മാഞ്ചി ഫ്രൈയും മത്തി മഞ്ഞത്തണ്ണിയും ഒരു വറവും വെച്ചിട്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. കുറച്ച് ഓർഡർ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കാണിക്കുമ്പോഴേക്കില്ലേ അക്ക വന്നിട്ട് ക്ലീൻ ആക്കിയിട്ട് പോയിട്ടുള്ള 2 ദിവസമല്ല അതിനറിഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ വേറെ ഓർഡർ കൊടുത്തിനോ ഇല്ലയോ എന്നൊന്നും ഓർമ്മയില്ല. പിന്നെ ഞാനല്ലോ ഫുള്ള് ഫോൺ സ്റ്റക്കായിട്ടില്ല, കുറേ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടി അതിന് നല്ല ബേജാറാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് സെറ്റാക്കി വെക്കുമ്പോൾ അതിനെ ഡിലീറ്റ് ആക്കുക, നിങ്ങൾക്ക് കാണിക്കാണ്ട് ഡിലീറ്റ് ആക്കാൻ അത് വാട്സപ്പും അനങ്ങുന്നില്ല ഞാൻ. അതുകൊണ്ട് ഫുള്ളൊരുമാതിരി ഒരു 3/4 ഡിലീറ്റ് ആക്കിയതാണെന്ന് പറഞ്ഞാൽ ഫോണിൽ നിന്ന്. അതിന് ശേഷം ഇല്ലേ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടായിട്ട് അടുത്തേക്ക് പോയിനല്ലോ എടുക്കപ്പാ അന്ന് ഓർമ്മയില്ല. അപ്പോൾ ഇത് കുറച്ചില്ലേ ലെങ്തി വീഡിയോ തന്നെ. നിങ്ങൾക്ക് ബോറാണെങ്കിലേ കുറച്ച് സ്കിപ്പാക്കി നോക്കിയോവാ. കുറച്ച് എന്താ പറയുക ഞാൻ ലെങ്തി ആക്കിയത് ഞാൻ പറഞ്ഞില്ലേ കുറേ വീഡിയോ ഉണ്ടായിരുന്നു. അതിങ്ങനെ വെച്ചിട്ട് എന്നെ വെക്കും ഇതാണ് സ്റ്റോറേജ് ഫുള്ളാണ്. ഡിലീറ്റ് ആക്കാനും മനസ്സിലായിരുന്നില്ല പകുതിയുള്ളതിനെ. അതിനെന്താക്കി ഞാൻ ഫുള്ള് നേരെ പകുതിയുള്ള വീഡിയോസും എല്ലാം ഉൾപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്തിരി 1 മണിക്കൂറിൻ്റെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പാക്കി നോക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മജേല നോക്കുന്നു നമുക്കത് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഓക്കെ. അങ്ങനെ അടുത്തേക്ക് വൈകുന്നേരം പോയത് എടുക്കുന്ന ഓർമ്മയില്ല. അങ്ങനെ പോയിട്ടല്ല അതിന് ശേഷം ഇല്ലേ നാളെ കുറച്ച് ഓർഡർ ഉണ്ട് പിറ്റേ ദിവസം. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ വേങ്ങാൻ വന്നതാണ്. അപ്പോൾ പുള്ളറൊന്നും വന്നില്ല, ഞാൻ മന്നെ പോയി കഴിഞ്ഞ് പെട്ടെന്ന് വന്നു. 1 മണിക്കൂറിൻ്റെ പർച്ചേസ് അത്ര തന്നെ. വേഗം വന്നു പോയിട്ടാകുമ്പോൾ ഒരു സ്ട്രിപ്സ് എല്ലാം കഴിച്ചിട്ടായതിനു ശേഷം വന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടായിട്ടായതിനു ശേഷമാണ് പിന്നെ നമ്മൾ രാത്രി നമ്മളെ പള്ളിയിൽ റാത്തീവ് അങ്ങനെയെല്ലാം ഉണ്ടായി. അപ്പോൾ അതിനുള്ള പത്തലും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടില്ലേ കൊണ്ടുവന്നിട്ടായിട്ട് നമ്മളെല്ലാവരും ഒന്നിച്ചിട്ടുണ്ട് കഴിക്കലാണ് പത്തലും കറിയെല്ലാം. അപ്പോൾ ഈ മാപ്പിളന്മാർക്കെല്ലാം ഈ പത്തലും കറിയെല്ലാം കിട്ടല് കുറവല്ലേ പള്ളിയിലത്തെ അല്ലല്ലേ. അതിൽ കിട്ടുമ്പോൾ ഒരു വചൻ നമുക്ക് ഈ രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഈ പത്തലും കറിയും അങ്ങനെ എരിവുള്ള എന്ത് ഐറ്റം കഴിക്കുമ്പോൾ ഇല്ലേ കട്ടൻ ചായ മസ്റ്റാന്ന് പറഞ്ഞാൽ ഇങ്ങനത്തേനൊക്കെ ചൂടും കട്ടൻ ചായ കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാണ്. മംഗലഞ്ഞ പാടെല്ലാം ഞാൻ വിചാരിച്ചോണ്ടേ ഈ രാത്രി ഒന്നും കട്ടൻ ചായന്ന് ഇവിടെ എല്ലാവർക്കും കഴിക്കണം കട്ടൻ ചായ. പക്ഷെ ഇപ്പോൾ ഉറക്കെ കൂടിയിട്ടില്ലേ ഇപ്പം എനിക്ക് ഭയങ്കര മസ്റ്റായിരുന്നു പറഞ്ഞാൽ ഒറാട്ടിയും ഇത് അങ്കാരി എന്താകും പാടാൻ വെച്ചിട്ട് അങ്ങനെ അതും ചായ കുടിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ആര് ചായ കൊടുക്കലല്ല, നമ്മ കൊടുക്കലുണ്ട്, നമ്മ കുടിക്കുന്നത് എന്തും കൊടുക്കലുണ്ട്. പക്ഷെ യോനൊരു സൈസാന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കാത്തൊരു വേറെ തന്നെ ലെവലോന് അങ്ങനെ. അപ്പോൾ ഇന്നലത്തെ ഞാൻ ഒരു ഓട്ടുപോള കാണിച്ചിട്ട് അതിൻ്റെ കുറച്ച്
ബാറ്റർ ബാക്കിയുണ്ടായി. അങ്ങനെ അതിന് ഞാൻ ഫസ്റ്റ് ഒന്ന് ഇട്ടെടുക്കുന്നുണ്ട്. പിള്ളേർക്ക് സ്കൂളിലൊക്കെ എല്ലാം പോകാനുണ്ട്, ഇങ്ങനത്തെ എല്ലോ പരിപാടിയുണ്ട്. അപ്പോൾ ഞാനൊരു അലാൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിന് റിൻ അല എന്നിട്ട്. അപ്പോൾ നമ്മളെ ക്ലോറക്സ് അല്ലേ അതിൻ്റെ പിന്നൊന്നും അപ്പോൾ ഇൻസ്റ്റയിലിട്ട് ഞാൻ ഭയങ്കര വൈറലായിരുന്നു ഈ വീഡിയോ. എന്ത് അലാന്നല്ലെങ്കിൽ എന്ത് അല അല്ലെങ്കിൽ എന്താ ഇതാണ് സംഭവം. നമ്മൾ ക്ലോറക്സ് അല്ല ഇല്ല അതിൻ്റെ പിന്നൊന്നും. അപ്പോൾ ഇത് നമുക്ക് എന്തിലേക്ക് കിട്ടും, നല്ല ക്ലീനാണ്, വൈറ്റ് ബേസിനിലേക്ക് ക്ലോസറ്റിലേക്കെല്ലാം. അപ്പോൾ ഞാൻ അതിനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്ന്. നമ്മൾ അതിൻ്റെ ഇടയിൽ അൽക്കൽ പണി നടന്നുകൊണ്ടുണ്ട്, പുള്ളറ കാര്യങ്ങളെല്ലാം സെറ്റാകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പണിയുണ്ട്, കുറച്ച് ഓർഡർ ഉണ്ട്. പിന്നെന്ത് രാത്രിക്കത്തെ റാത്തീബിൻ്റെ കറിയും എല്ലാം ചൂടാക്കുന്നുണ്ട്. നല്ലൊരു ഒപ്പിക്കലാന്ന് പറഞ്ഞാൽ ഓട്ടോപോളൻ്റെ ബാറ്ററി കുറച്ച് ബാക്കിയുണ്ടായി. പിന്നെന്താ ഇപ്പത്തന്നെ ബാറ്ററി കുറച്ച് ബാക്കിയുണ്ടായി. പിന്നെ കുറച്ച് പള്ളിയിലത്തെ തന്നെ അങ്ങനെ എല്ലാം ആക്കിയിട്ട് ടിഫിൻ കൊടുക്കണമല്ലോ. സ്കൂളിലേക്കാണോ ടിഫിനാണോ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പോകണോ അങ്ങനെ എല്ലാം. അപ്പോൾ അതെല്ലാം ഒരു ഭാഗത്ത് ഓരോന്നോരോന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതാ അലാൻ്റെ ഒരു മാജിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ സ്റ്റെപ്പിലല്ലേ മഴക്കാലത്തല്ല ഇങ്ങനെ ഒരു മണ്ണ് പോലത്തെ ഒരു കറുത്ത ഒരു പൂപ്പലല്ല, വേറെ എന്തോ ഒരു ഇതിങ്ങനെ പൊടിക്കുന്നില്ല, ഒരു പാമ്പാജി പോലെ അങ്ങനെ എന്തോ. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എപ്പോഴും വിചാരിക്കുന്നത് തുടക്കണഞ്ഞ് ഡെയിലി തുടക്കാനും കഴിയുന്നില്ല, നമുക്ക് ടൈം ഉണ്ടാകുന്നില്ലല്ലോ. ഇങ്ങനെ അതിലെ സ്റ്റെപ്പ് കീമ്പോൾ കയറുമ്പോൾ ഒരു ഓർമ്മന്ന്. അപ്പം അല്ലെങ്കിൽ നല്ല മഴക്ക് ഓർമ്മന്ന്, മഴ പോയിട്ട് എന്താ തുടക്കണമല്ലോ. പക്ഷെ മഴ പോയിട്ട് ഞാൻ മറന്നിട്ട് പോകുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഞാനിതാ ഇപ്പം മഴ വരുന്ന തന്നെ ഉണ്ടായി. ഇപ്പം മഴ വന്നിട്ട് കുറച്ച് കുറഞ്ഞിന്. അപ്പം ഞാൻ എന്താക്കി, നമ്മളെ തോർത്തുന്ന മോപ്പില്ലേ അതിനെ വെള്ളമാക്കിയിട്ട് തുടച്ചതിന് ശേഷം ഇല്ലേ ഒരു ലിക്വിഡ് എന്തോട്ട് തുടച്ചിനെന്ന് തോന്നുന്നു. ആ തുടച്ചിട്ടായിട്ട് നമ്മൾ അല ഇട്ട് കൊടുത്തിന് എല്ലാത്തേക്കും ഒരു ഇത്തിരി ഇട്ടിട്ട് ഏകദേശം ഇപ്പോൾ ഒരു 10 മിനിറ്റ് അരമണിക്കൂർ എന്തോ വെച്ചിരുന്നു. എന്തോ പണിയെടുക്കുമ്പോൾക്ക് അത് വെച്ചിട്ടായതിനു ശേഷം ബ്രഷിൽ വരച്ചിട്ടെടുത്തത്. മാഷാഅല്ലാഹ് നല്ല വെള്ളത്തിൻ്റെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായി കണ്ടിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ഞാനെങ്ങനെയും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കും കൂടി വീഡിയോ കാണിച്ചതാണ്. ആർക്കെങ്കിലും ഒരു ഉപകാരമാണെങ്കിൽ ആയിട്ട് എന്നിട്ട് നിൽക്കുക സ്റ്റെപ്പ് എങ്ങനെ ഉണ്ട് അതിനെ ഫസ്റ്റ്. ഇപ്പോൾ നല്ല വാങ്ങല വെളുത്ത്. അപ്പോൾ നമുക്കില്ലേ ഈ അലനാർക്ക് പറഞ്ഞെങ്കിൽ ഒരു ഉപകാരക്കാർ അറിയുന്നേ ഇല്ല. ഇത് ഞാൻ പണ്ടേ ഉണ്ട് യൂസ് ആക്കുന്നത്. ഈ പിള്ളേരെ വൈറ്റ് ഡ്രസ്സിനെല്ലാം ഇല്ലേ, നമ്മൾ ഒന്ന് വൈറ്റ് ഡ്രസ്സെല്ലാം ഒന്ന് അലക്കണം. അലക്കിയിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ ജസ്റ്റ് സർപ്പ എന്തിട്ടിട്ടായിട്ട് ഒരു ഇത്തിരി അലയിലേക്ക് വെച്ചിട്ട് കൂട്ടിയിട്ട് വെക്കണം. ഇപ്പോൾ വെള്ളത്തിൽ ബൗത്തിയെങ്കിലാവും മറ്റേ ചിലക്ക് നമ്മളിങ്ങനെ തുണി വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെക്കുന്നില്ലേ കല്ലിൻ്റെ സൈഡ്, അങ്ങനെ വെച്ചോങ്ങോ നല്ല വെളുക്കുന്ന പറഞ്ഞാൽ. പിന്നെ നമ്മളെ കൗണ്ടർ ടോപ്പിൽ ടൈൽസ് എല്ലാം ഉണ്ടാകുന്നില്ല വൈറ്റ്, അതിലേക്കെല്ലാം ഇട്ട് വെച്ചെങ്കിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കവേ. അങ്ങനെ നമ്മൾ കുമ്പള ടൗണിലേക്ക് പോയിട്ടുണ്ടായി. കുറേ സാധനങ്ങളെല്ലാം വേണേ. നമ്മൾ ആ ഓർഡർ കഴിഞ്ഞിട്ടല്ലേ, വലിയ ഓർഡർ കഴിഞ്ഞിട്ടാകുമ്പോൾ കുറേ സാധനങ്ങൾ തീർന്നിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് തീർന്നതിന് എല്ലാം മേങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ടൗണിലേക്ക് വന്നിന്. അച്ചാറിൻ്റെ ടിന്ന് വേണം, പിന്നെ കറിക്കുള്ള പച്ചക്കറികൾ, മീൻ, ചിക്കൻ, അങ്ങനത്തെ എന്തെല്ലോ ഐറ്റം വേണം. അങ്ങനെ കുമ്പളയെല്ലാം വന്നിട്ട് എല്ലാ സാധനം മേങ്ങിട്ടതിന് ശേഷം നമ്മൾ വരക്ക് പോയതാണ്. അങ്ങനെ അടുത്ത പച്ചക്കറി സാധനങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ ഒരു കൊറിയർ ഉണ്ടായിന്. അങ്ങനെ കൊറിയർ ഓഫീസിൽ പോയിട്ട് നമ്മൾ ആ കൊറിയറെല്ലാം എടുത്തിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെയും നമുക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം വേങ്ങാണ്ടായി. അങ്ങനെ വന്ന് ഇപ്പോൾ കുമ്പളത്തെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമില്ല, ഏടെ വണ്ടി നിർത്താൻ കഴിയുന്നില്ല, ഏടെ നിർത്തിയെങ്കിൽ ഫൈൻ നിൽന്ന്. അങ്ങനെ അപ്പുറം ഇപ്പുറമെല്ലാം സൈഡും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് എന്തെല്ലോ ആക്കി. അപ്പോൾ നമ്മൾ അതിനൊരില്ലേ ജസ്റ്റ് ABCDൻ്റെ ലെറ്റർ വേങ്ങാന്നിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഏടെ വേങ്ങുന്നത് ഇപ്പോൾ നമ്മൾ റഹ്മാനിയാൽ വന്നിട്ട് മറ്റേ ആൽഫബറ്റിൻ്റെ കാർഡില്ലേ അതാണ് എടുത്തത്. അപ്പോൾ ഇതിലിങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ കഥയും ബിറ്റെല്ലാം ഉണ്ടതല്ലേ ഞാൻ പിന്നെ പറയാം. എന്നിട്ട് അത് അപ്പോൾ കുറേ ആളെന്നോട് ചോദിക്കലുണ്ട് ഇത് മറ്റേ അച്ചാറിടുന്ന ടിന്നെല്ലാം ഇടുന്ന ഇടുന്നതാണ് നമ്മൾ ചക്കരൻ്റെ കൂടെയല്ലോ. ഇത്ര കൊല്ലമായിട്ടില്ല ഇതിൻ്റെ ഷോപ്പിൻ്റെ പേരൊന്നും ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അറിഞ്ഞാൽ പണ്ട് നമ്മ ഉമ്മാനെ കൈ പിടിച്ചിട്ട് വരുന്ന നാളിൽ ഈ ഷോപ്പുണ്ട് ഇവിടെ, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അതാ അരക്കിലത്തിൻ്റെത് 1 kg എല്ലാത്തിൻ്റെ ടിന്നും ഉണ്ട് ഇവിടെ. ഇത് മാത്രമല്ല പലതരം ഐറ്റംസും ഉണ്ട്. പണ്ട് 88 ഇറങ്ങിയ ചട്ടി വരെ ഇവിടെ ഉണ്ടാവും. പറഞ്ഞാൽ എന്ത് നമ്മൾ ചോദിച്ചെങ്കിൽ ഇവിടുന്ന് കിട്ടും. അപ്പോൾ ചക്കര അല്ലേ മറ്റേ അയമത്തിൽ ബന്ധമരുന്നിൽ കിടന്ന് ചക്കര ചമയങ്ങൾ ഇടുന്ന തന്നെ, വേറെ അധികം ഇടണ്ടെന്നറിയില്ല, ഞാൻ അധികം മേങ്ങൽ ഇടുന്ന തന്നെയാണെന്ന് അറിയാം ചക്കര. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നെങ്കിൽ നോൺ സ്റ്റിക്ക്, അലൂമിനിയം, മണ്ണിൻ്റെത്, സ്റ്റീലിൻ്റെത്, പ്ലാസ്റ്റിക്കിൻ്റെത്, മറ്റേ എല്ലാ സാധനവും ഉണ്ട്. ഫസ്റ്റ് ഞാൻ കേക്കിൻ്റെ ഐറ്റം എല്ലാം ഉണ്ടാക്കുമ്പോൾ വേറെ എവിടെ അങ്ങനെ കിട്ടുന്നില്ല ഞാൻ പണ്ട്. അപ്പോൾ ഇവിടെ ഓരോന്നോരോന്നതിൻ്റെ സാധനം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ. അപ്പോൾ അതാ പെറ്റവർക്കുള്ള ചമ്പോലവും പെറാതവർക്കുള്ളതും പെറ്ററുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. തോർന്ന് മോപ്പും പടിയും ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇങ്ങനെ നോക്കിയിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നമുക്ക് ഇടാനൊന്നും ടൈമില്ലല്ലോ, നമുക്ക് വേഗം പോയിട്ട് മീൻ വാങ്ങാൻ പോയിട്ട് അവൻ നല്ല പെടക്കുന്ന മത്തിയും അങ്ങനെ തന്നെ ഇല്ലയും ഉണ്ടായി നല്ല ചന്തമുള്ള. അങ്ങനെ അതെല്ലാം മേങ്ങിയിട്ടായതിനു ശേഷം ഇല്ലേ മാപ്പിളക്ക്
ഭയങ്കര ഇഷ്ടമാണ് മത്തി. അങ്ങനെ ഇപ്പോൾ ഭയങ്കര മത്തി തന്നെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഫ്രഷ് വരുന്നല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ടായിട്ട് നമുക്കൊരു പർദ്ദാക്ക് ഷോൾ എടുക്കാണ്ടായി. ആ ഷോളിനും വേണ്ടിയിട്ട് ഏതോ ഒരു ഷോപ്പിലാണ് എന്നെ കുറച്ച് അപ്പുറം ഇപ്പുറമുള്ളതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. അങ്ങനെ അടുക്ക് വന്നിട്ട് പേന്തപ്പലാന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട്. മണി ഇവിടെ തന്നെ 12-1 മണി എന്തോ ആയിട്ടുണ്ട്. അങ്ങനെ അത് ആ ഷോളെല്ലാം തപ്പുന്നുണ്ട്. ഇതിൽ ഏതോ തപ്പിയിട്ട് ഏതോ ഒരു ഷോൾ ഞാൻ എടുത്തില്ല, നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു പർപ്പിൾ പർദ്ദാവും ബ്ലൂ പർദ്ദാക്കുള്ള ഷോളാണ് നിങ്ങൾക്ക് വേണ്ടിയത്. ഷോൾ എടുത്തിട്ട് അതിലൊരു പ്രോട്ടീൻ പൗഡർ കൊടുക്കാറുണ്ടായി. നമ്മൾ എന്നടോ വെയിറ്റ് ആക്കുന്നുണ്ട് ആൾ. അങ്ങനെ അതും അവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് കൊടുത്തിട്ടായതിനു ശേഷം പിന്നെ നമ്മൾ വർക്ക് വന്നതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു ദിവസത്തെ വീഡിയോ ഒന്നുമല്ല, 10-15 ദിവസത്തെ വീഡിയോ ഒന്നാക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണ്. കുറച്ചാക്കിയിട്ട് കുറേ വീഡിയോ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ബേജാറായിപ്പോയി എടുത്ത് തന്നെ ഡിലീറ്റ് ആക്കുമ്പോൾ. പക്ഷേ ഡിലീറ്റ് ആക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. ഫോണിലേക്കുള്ള വേറെ സെറ്റപ്പ് ഒന്ന് സെറ്റ് ആക്കണം. അങ്ങനെ നമ്മൾ ഫംഗ്ഷന് പോകാനുണ്ടെങ്കിലേ ഒരെല്ലാം മാമ്പാബി ഒരെല്ലാം എത്ര നേരമായി തന്നെ വെയിറ്റ് ആക്കുന്നത്. ഞാൻ അതിലെല്ലാം പോയിട്ടെല്ലാം വരുമ്പോൾ കുറേ ലേറ്റായി ഞാൻ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായതിനു ശേഷം പിന്നെ നമ്മൾ ഫംഗ്ഷന് പോയതാണ്. നമ്മളടുത്ത് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായി ഒരു നടന്നിട്ട് പോകുന്ന പോയി. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെയും എന്തെല്ലോ കാര്യങ്ങളുണ്ട്, അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പറയുക, നമ്മൾ അച്ചാറെല്ലാം ഇട്ടിട്ടുണ്ടായി. അച്ചാറിട്ടിട്ട് അതിന് ടിന്നിലിട്ടിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പരിപാടിക്ക് പോയിട്ടെല്ലാം വന്നിട്ട് അതിന് ശേഷം ഇല്ലേ എല്ലാത്തിനും ടിന്നിൽ ഇന്ന് കുറേ അച്ചാറ് ഡെലിവറി ആക്കാണ്ട്, ഒരു 5 kg അത്ര. അങ്ങനെ എല്ലാ ടിന്നിലിട്ടിട്ട് അടിച്ചാൻ്റെ ഷോപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ടിന്നിലിട്ടിട്ട് നമ്മൾ തന്നെ കിച്ചൻ്റെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അവിടെ റെഡി ആകുന്നുണ്ട്. പിന്നെ ഞാൻ ലൈവിൽ വരുന്നേലുമ്പോൾ കുറേ ആൾ കമൻറ്റ് ഇട്ടിട്ട് ലൈവിൽ വാലിട്ട് ശരിക്കും പറഞ്ഞെങ്കിൽ ലൈവിൻ്റെ ABCD അറിയില്ല എങ്ങനെ എന്തെന്നെല്ലാം ഏതെങ്കിലും ഒരു വീഡിയോ എല്ലാം നോക്കിയിട്ട് ഒന്ന് അറിഞ്ഞിട്ട് അതിന് ശേഷം വരാവേ. അത് എങ്ങനെ എന്ത് കഥയെന്നെല്ലാം ഒന്ന് കുറച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ അപ്പോൾ ഞാൻ അത് വരുന്നെങ്കിൽ നാളെ ഫ്രീ ഉണ്ടെങ്കിൽ നാളെ ഞാൻ വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വരണോ? ഓക്കെ, നമ്മളെ കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് ബിസി ആയിക്കൊണ്ട് നമ്മളിങ്ങനെ ലൈവിൽ വിഷം പറയാം കുറച്ച് നേരം. അതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അത് എങ്ങനെയാണെന്ന് അറിയാലോ, അതിൻ്റെ ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഒരിക്കലോ 2 ഐറ്റം സെറ്റാവും അത്. അപ്പോൾ നമുക്കില്ലേ അത് കഴിഞ്ഞിട്ടൊരു പിറ്റേ ദിവസമാണെന്ന് ഓർമ്മയില്ല, ഇലയപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായി. ഇലയപ്പത്തിനുള്ള ഓർഡറിന് എല്ലാം റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇല ഇടുന്നതല്ല കുറേ ആൾ ചോദിക്കുന്നത്. നമുക്ക് ഓരോരോ കുമ്പിളയെന്നല്ല ഷോപ്പിൽ നിന്ന് കിട്ടുന്നത്. ഓരോരിക്കോ ഇല്ലെങ്കിൽ ഓർഡറിൻ്റെ ഓർഡർ തന്നെ കൊണ്ടു തരുന്നു. അല്ല നമ്മൾ തന്നെ ചുട്ടു തരാൻ എന്നിട്ട് അങ്ങനെ. അപ്പോൾ എത്രയെന്നുള്ള ചോദിക്കുന്നത്. ഒരു ഇലയ്ക്ക് 25 പറഞ്ഞാൽ അപ്പത്തിന് ഇലക്കല്ല. അങ്ങനെ അപ്പോൾ പൊണ്ടെല്ലാം വെച്ചിട്ടായതിനു ശേഷം നമ്മൾ അരിയെല്ലാം അരിച്ചിട്ട് പുതുക്കിയിട്ട് പെരുത്തിയിട്ട് ഇങ്ങനെ ചുട്ടിട്ട് മടക്കിയിട്ടെല്ലാം വെക്കലാണ്. അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടായതിനു ശേഷം അപ്പച്ചട്ടിയിൽ കയറ്റാം. അപ്പച്ചട്ടിയിൽ നല്ല ഭാഗം ആവിയെല്ലാം വന്നിട്ടായതിനു ശേഷം മൂടിയിട്ട് വെച്ചിട്ട് നല്ല ഒരു 10-20 മിനിറ്റ് വേവിച്ചെങ്കിൽ നല്ല അടിപൊളിയല്ല അപ്പം റെഡിയാണ്. അപ്പോൾ ഈ നല്ലൊരു സീസൺ ഉണ്ട്. എല്ലാ ടൈമിലും ഇല കിട്ടുന്നില്ല, ഒരു കിട്ടാത്ത ടൈമുണ്ട്, കിട്ടുന്ന ടൈമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ലൈനായിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. കുറച്ച് ഇങ്ങനെ മടങ്ങിയങ്കല്ലേ വെക്കുമ്പോൾ അത് ബന്ധിട്ടാൽ മതി, ആരും മടുക്കില്ല തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ഇല്ല മടങ്ങാണ്ട് ഒടിയാണ്ട് നോക്കണം, നേരെ സ്ട്രൈറ്റ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇലപ്പെല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം ഇടയിലൊരു പൊരിയപ്പുണ്ട്. അങ്ങനെ പൊരിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഇലപ്പം വെന്തിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇത് രണ്ടും ഒരാൾക്ക് തന്നെയാണ് കൊടുക്കാനുണ്ടായിരുന്നത്. അങ്ങനെ അത് കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് രാത്രി എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൈലാഞ്ചി മംഗലം. ആരുടെ എന്തെന്നല്ല ഞാൻ പറയുമ്പോൾ അത് കാണുമ്പോൾ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ അതെല്ലാം കഴിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഏകദേശം നമ്മൾ ഓർഡർ കൊടുത്തത് വൈകുന്നേരം. നമ്മൾ ഫംഗ്ഷന് ഏകദേശം 8-9 മണിയാകുമ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ അനിയത്തിൻ്റെ തന്നെ നെയ്ബറാണ് അപ്പുറത്ത് തന്നെ. നമ്മളെ ഫാമിലി അല്ല, പക്ഷെ നല്ല പിരിസത്തിലുള്ളതുകൊണ്ടില്ലേ നല്ലൊരു നമ്മളവിടെ പരിപാടിയെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാ പിള്ളേർക്കും മൈലാഞ്ചി എല്ലാം വെച്ചോളാന്ന് നല്ല ഉച്ചാറുണ്ടാവും. ഞാൻ മൈലാഞ്ചി വെക്കാനും മഷാല പിള്ളമാറ തല വാരിയിട്ട് കെട്ടാനും അങ്ങനത്തെ എല്ലാം ഒരു ഭയങ്കര ഇഷ്ടം അവൾക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കമ്പനിയാണ്. അവൾ വന്നിട്ടും നമ്മൾ പോയിട്ടും വന്നിട്ടെല്ലാം ആയിട്ട് അങ്ങനെ എന്തായാലും പേരിന് വന്നിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയിനു 5 ആളും. അങ്ങനെ അവളെ നല്ല അടിപൊളി ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ടായി. നല്ല നോക്കുന്ന മൈലാഞ്ചീനെ നോക്കുന്നെല്ലാം ഉണ്ട്. അപ്പം അനിയത്തി സെരിപ്പില്ലേ, സെരിപ്പാൻ്റെ ഭയങ്കര ഫ്രണ്ടാണ് അവളെ മുറ്റത്ത് തന്നെ. അങ്ങനെ എല്ലാം സെറ്റാക്കുന്നതും നോക്കുന്നതും പോകുന്നതും വരുന്നെല്ലാം ഒന്നിച്ചിട്ട് തന്നെ. സെരിപ്പാക്ക് ഭയങ്കര ബേജാറ് ഫ്രണ്ട് പോകുന്നതിൻ്റെ മംഗലം കഴിഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ എല്ലാം എൻ്റെ മോളുണ്ട്, മോനും ഉണ്ട്, അനിയത്തിൻ്റെ മോനും ഉണ്ട്. എല്ലാം ഇരുന്നിട്ട് കളിക്കുന്നതും പായുന്നതും ചിരിക്കുന്നതും എല്ലാം ഉണ്ട്. അങ്ങനെ ആടെ നമ്മൾ പോയിട്ടില്ലേ ഏകദേശം ഒരു 1 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വരക്ക് വന്നതാണ്.
മൊഗ്രല്ല തന്നെയാണ് ഫംഗ്ഷൻ ഉണ്ടായത്. അപ്പോൾ അവിടെ പോയിട്ട് അമ്മൻ്റെ കുറേ ഫ്രണ്ട് ഇതെല്ലാം എൻ്റെ ഫ്രണ്ടായി 3 ഫ്രണ്ട്സിനെ അമ്മ കണ്ടിന് മുമ്പ് സ്കൂളിൽ പഠിച്ചെല്ലാം കുറേ നിന്നിട്ട് ഫോട്ടോസ് എടുത്തിട്ട് അങ്ങനെ എല്ലാം ആയിട്ട് വന്നതാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഫാമിലി എല്ലാം ഫാമിലി ആയെങ്കിൽ നമ്മളൊരു നല്ലൊരു വിസ്സുണ്ട്, നമുക്കൊരു പോകാനും വരാനും അല്ല വിഷം പറയാനുള്ള ഒരു വേറെ തന്നെ ഒരു ഇതാണ്. അങ്ങനെ ഞമ്മക്ക് പോയത് പറഞ്ഞാൽ അവളെ അത്ര പിരിസത്തിൽ. അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ ഫുഡ് അടി നെയ്ച്ചോറും ബീഫ് കറിയും എല്ലാം ഉണ്ടായി. അതെല്ലാം വേവിച്ചിട്ടായിട്ട് നമ്മൾ പിന്നെ രാത്രി ഏകദേശം ഒരു 11 മണി എന്തോ ആയിരുന്നു തോന്നുന്നു ആടുന്ന് വരുമ്പോഴേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം മറക്കണ്ട. ഞാനിത് പറയുന്നത് എന്താ പറയുക, ഇന്ന് കുറച്ച് ലെങ്ത് തന്നെ ആയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നെങ്കിൽ സ്കിപ്പാക്കിയിട്ട് നോക്കാവേ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ എന്നും പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്കും കമൻറ്റും മസ്റ്റാണ്. നിങ്ങൾ വീഡിയോ തീരാനൊന്നും കേൾക്കണ്ട, ലൈക്ക് കമൻറ്റ് എല്ലാം ഇടാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ലൈക്ക് ഇടാം, എന്നിട്ട് എല്ലാം നോക്കിയിട്ടായിട്ടില്ലേ ലാസ്റ്റ് കമൻറ്റ് ഇടാം. ഓക്കെ, കമൻ്റ് എല്ലാം നിങ്ങൾ റിപ്ലൈ ഞാൻ തരും. നിങ്ങൾ ഇതിൽ തന്നെ യൂട്യൂബിൽ തന്നെ ഇട്ടോ. നിങ്ങൾ അധികം ആളില്ല യൂട്യൂബ് നോക്കിയിട്ട് വാട്സപ്പിലാണ് എന്നോട് ഓരോരോ ഡൗട്ട് ചോദിക്കാൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ ഇട്ടോ, ഞാൻ പെട്ടെന്ന് കമൻറ്റിന് റിപ്ലൈ തരാം. ഓക്കെ, വാട്സപ്പിൽ നമ്മൾ ചിലപ്പോൾ ഓർഡർ ഉണ്ടെങ്കിൽ നോക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ഇങ്ങനെ കുറച്ച് തിരക്കായി പോകുന്നത്. അപ്പോൾ ഈ കമൻ്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ നോട്ടാക്കിയിട്ട് റിപ്ലൈ ആക്കുമല്ലോ. അങ്ങനെ കുറേ ആൾ റെസിപ്പി ചോദിക്കുന്നുണ്ട്, എന്തെല്ലോ ചോദിക്കുന്നുണ്ട്, എല്ലാം ഞാൻ കാണുന്നുണ്ട്. റെസിപ്പി എല്ലാം നമ്മൾ ഇങ്ങനെ എടുക്കുക ഓരോ ഫ്രീ ആകുമ്പോഴല്ല നിങ്ങൾക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളെ മഞ്ചിൻ്റെ മംഗലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. മഞ്ചിനോട് ബിസി ആക്കിയിട്ട് മഞ്ചിക്ക് ഇതെല്ലാം ഒരു ഷെയ്ക്കൻ്റെ എല്ലാം കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് വന്നതാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 10 മിനിറ്റ് പേരാന്നല്ല ചെല്ലിട്ട് പോകുന്നത്. അത് പിന്നെ അവിടെ പോയി കണ്ട് എല്ലാവരോടും വിഷയം പറഞ്ഞ് ഒരാളെ കണ്ട് ബിസി ആക്കിയിട്ടാകുമ്പോൾ ഇതെൻ്റെ അനിയത്തിൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ മാപ്പിളുടെ ഉമ്മ. അങ്ങനെ ബിസി ആക്കിയിട്ട് എല്ലാം ആയിട്ടാകുമ്പോൾ എന്തായെങ്കിൽ അരമണിക്കൂറിൽ വരുന്നാറില്ല, 1 മണിക്കൂറാണ്, ചിലപ്പോൾ 2 മണിക്കൂറാണ്. അങ്ങനെയാണ്. അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.